رأسها غدر 40 لصا. Stars above beating this way. നമുക്കിനി കഥയുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാം. സ്നേഹിതരെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പുരാതന പേർഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു പട്ടണത്തിന്റെ കവാടത്തിലാണ്. ഇവിടെ ജീവിതം 2 ധ്രുവങ്ങളായി വിഭജിക്കപ്പെട്ടു കിടന്നിരുന്നു. സ്വർണത്തിന്റെ പ്രകാശത്തിൽ മതിമറന്ന ഒരു ലോകവും നിഴലുകൾ മാത്രം സ്വന്തമായ ഒരു ലോകവും. ആ ലോകങ്ങളിലാണ് ഒരേ രക്തത്തിൽ പിറന്ന 2 സഹോദരങ്ങൾ ജീവിച്ചിരുന്നത്. അവർ ഖാസിമും അലിബാബയുമായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ സ്വത്തെല്ലാം അവർ പങ്കിട്ടെടുത്തു. എന്നാൽ ഖാസിം അതിബുദ്ധിമാനായിരുന്നു. അയാൾ ഒരു ധനികന്റെ മകളെ വിവാഹം കഴിച്ചു. ആ ബന്ധം ഖാസിമിന് കച്ചവടത്തിന്റെ വലിയ ലോകം തുറന്നുകൊടുത്തു. അയാൾ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ കവലയിൽ ഏറ്റവും വലിയ തുണിക്കടയുടെ ഉടമയായി. അയാളുടെ കടയിൽ ദമാസ്കസ് പട്ടും ചൈനീസ് സിൽക്കും അറേബ്യൻ സുഗന്ധദ്രവ്യങ്ങളും തിളങ്ങി നിന്നു. ഖാസിമിന്റെ ജീവിതം ഒരു രാജാവിനെ പോലെയായിരുന്നു. അയാളുടെ വീടിന്റെ കൽച്ചുമരുകൾക്ക് പോലും തണുത്ത അഹങ്കാരമുണ്ടായിരുന്നു. വീടിനുള്ളിൽ അയാളുടെ ഭാര്യ സമ്പന്നതയുടെ മത്തുപിടിച്ച കണ്ണുകളോടെ എല്ലായ്പ്പോഴും വില കൂടിയ ആഭരണങ്ങൾ ധരിച്ചു നടന്നു. ഖാസിമിന് പണത്തോടുള്ള ആർത്തി ഒരു വിശക്കുന്ന വേരുപോലെ ആഴത്തിൽ ഇറങ്ങിയിരുന്നു. അയാളുടെ ഓരോ ചിന്തയും ഓരോ ശവാസവും കൂടുതൽ പണം എങ്ങനെ നേടാം എന്നതിലായിരുന്നു. എന്നാൽ ആ സൗഭാഗ്യങ്ങൾക്കെല്ലാം അപ്പുറം നഗരത്തിന്റെ ഒരു മൂലയിൽ സൂര്യരശ്മി പോലും മടിച്ചു മാത്രം ഇറങ്ങിച്ചെല്ലുന്ന ഒരിടത്ത് ദാരിദ്ര്യം തന്റെ കൂടാരം കെട്ടി. അവിടെയാണ് ഖാസിമിന്റെ ഇളയ സഹോദരനായ അലിബാബ ജീവിച്ചിരുന്നത്. അലിബാബയും ഒരു പാവപ്പെട്ട സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് സ്വന്തമായി ഒന്നുമില്ലായിരുന്നു. അയാളുടെ വീട് കാറ്റും മഴയും കടന്നുപോകാത്ത ഒരു ചെറിയ മൺകുടിൽ മാത്രമായിരുന്നു. എന്നാൽ അലിബാബയ്ക്ക് ഒരു പരാതിയുമില്ലായിരുന്നു. അയാൾ സത്യസന്ധനും സമാധാനപ്രിയനുമായിരുന്നു. വെളുത്ത മനസ്സും മൃദുലമായ വാക്കുകളുമായിരുന്നു അലിബാബയുടെ യഥാർത്ഥ സമ്പത്ത്. അലിബാബയുടെ ഉപജീവനമാർഗം ദുരിതപൂർണമായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് ആകാശത്തിലെ ആദ്യത്തെ നക്ഷത്രം മായും മുമ്പ് അയാൾ തന്റെ വിശ്വസ്തനായ കഴുതയെയും കയ്യിലുള്ള ഒരു കോടാലിയുമായി കാട്ടിലേക്ക് പോകും. കഠിനാധ്വാനം ചെയ്ത് മരങ്ങൾ വെട്ടി വിറകുകൾ കെട്ടുകളാക്കി പട്ടണത്തിൽ കൊണ്ടുവന്ന് വിറ്റാണ് അയാൾ കുടുംബം പുലർത്തിയിരുന്നത്. ഓരോ ദിവസവും അയാൾക്കൊരു പരീക്ഷണമായിരുന്നു. കാട്ടിലെ ഭയം, കഠിനമായ ചൂട്, കയ്യിൽ മുറുകെ പിടിച്ച കോടാലിയിലെ വേദന, ഇതെല്ലാം അയാൾ നിശബ്ദമായി സഹിച്ചു. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അത് വെറും കടലാസിലെ കണക്ക് പോലെ തണുത്തതായിരുന്നു. ധനികൻ എപ്പോഴും ദരിദ്രനെ ദേഷ്യത്തോടെ നോക്കും. ഖാസിം ഒരിക്കലും അലിബാബയെ സഹായിക്കാൻ ശ്രമിച്ചില്ല. ഒരു ദയുള്ള വാക്കുപോലും അയാൾ അലിബാബയ്ക്ക് നൽകിയില്ല. അലിബാബ തന്റെ ദാരിദ്ര്യത്തിൽ ഒതുങ്ങി സഹോദരന്റെ പരിഹാസങ്ങളെ ഒരു പുഞ്ചിരിയോടെ നേരിട്ടണം. അലിബാബയുടെ ലോകം ലളിതമായിരുന്നു. ഇന്നത്തെ അധ്വാനം, നാളത്തെ അന്നം, അത്രമാത്രം. അങ്ങനെയിരിക്കെ ഒരു പ്രഭാതത്തിൽ എപ്പോഴും പതിവുള്ളതുപോലെ തന്റെ കഴുതയെയും കൂട്ടി അലിബാബ ആഴമേറിയ കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇന്നത്തെ ദിവസം അയാൾ അറിയുന്നില്ലായിരുന്നു തന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്ന്. അലിബാബ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു. ഇന്നത്തെ ദിവസം വിറക് വെട്ടാൻ അയാൾ കുറച്ചുകൂടി ഉള്ളിലുള്ള ഒരിടമാണ് തിരഞ്ഞെടുത്തത്. അവിടെ മരങ്ങൾക്ക് നല്ല കട്ടിയുണ്ട്. അയാൾ കഴുതയെ ഒരു വലിയ പാറക്കല്ലിനരികിൽ കെട്ടിയിട്ട് കോടാലിയുമായി തന്റെ ജോലി തുടങ്ങി. സമയം ഉച്ചയോടടുത്തു. സൂര്യൻ തലയ്ക്ക് മുകളിൽ തീപ്പന്തം പോലെ കത്തിനിന്നു. അലിബാബയുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പുതുള്ളികൾ മണ്ണിലേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും തന്റെ പതിവ് ജോലിയുടെ താളത്തിൽ അയാൾ ലയിച്ചിരുന്നു. പെട്ടെന്നാണ് ദൂരെ നിന്ന് ഒരു നേർത്ത ശബ്ദം അയാൾ കേട്ടത്. ദൂരെ നിന്ന് കുതിരകളുടെ കുളമ്പടി ശബ്ദം, മണലിലൂടെ ഓടുന്ന നേരിയ ശബ്ദം. ആളനക്കമില്ലാത്ത ആ കാട്ടിൽ അങ്ങനെയൊരു ശബ്ദം കേട്ട് അലിബാബയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. ആരായിരിക്കും ഈ വിജനമായ വഴിയിലൂടെ വരുന്നത്? അയാൾ കോടാലി താഴെ വെച്ചു. ചെവി വട്ടം പിടിച്ചു. കുളമ്പടിയുടെ ശബ്ദം അടുത്തുവരുന്നു. അത്
ഒന്നോ രണ്ടോ കുതിരകളുടേതല്ല, ഒരു വലിയ സംഘം കുതിരകളുടേതാണ്. അലിബാബയ്ക്ക് പെട്ടെന്ന് ഭയമായി. ഈ വഴിയിൽ സാധാരണ യാത്രക്കാരോ കച്ചവടക്കാരോ വരില്ല. എങ്കിലിത് പട്ടണത്തെക്കുറിച്ചു മാത്രം കേട്ടിട്ടുള്ള ഭീകരന്മാരായിരിക്കും. കാടിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് അയാൾ കേട്ട കഥകൾ മനസ്സിലൂടെ പാഞ്ഞുപോയി. ആപത്ത് മണത്തറിഞ്ഞ അയാൾ തന്റെ കഴുതയെ വേഗത്തിൽ അഴിച്ചുമാറ്റി. എന്നിട്ട് തന്റെ കുടിലിന് സമാനമായ വലിയ ഇലകൾ നിറഞ്ഞ ഒരു പുളിമരത്തിന്റെ മുകളിലേക്ക് വേഗത്തിൽ കയറിച്ചെന്ന് ഒളിച്ചു. മരത്തിന്റെ കട്ടിയുള്ള ശിഖരങ്ങൾക്കിടയിൽ താഴെ നടക്കുന്നതൊന്നും കാണാത്ത രീതിയിൽ അയാൾ തന്റെ ശരീരം ഒതുക്കിവെച്ചു. ഭയത്താൽ അയാളുടെ ശ്വാസം പോലും നിലച്ചതുപോലെയായിരുന്നു. അധികം താമസിയാതെ ആ നിശബ്ദത തകർത്ത് ഒരു വലിയ കൊടുങ്കാറ്റുപോലെ 40 കുതിരപ്പടയാളികൾ അവിടെ എത്തിച്ചേർന്നു. അവരുടേത് വെറും കുതിരകളായിരുന്നില്ല, കരുത്തും വേഗതയുമുള്ള, കറുപ്പും തവിട്ടുനിറവുമുള്ള അറബിക്കുതിരകളായിരുന്നു. അവരുടെ ദേഹത്ത് പൊടിപടലങ്ങളും യാത്രയുടെ കടുപ്പവുമുണ്ടായിരുന്നു. എന്നാൽ ആ 40 പേർ അവർ ഭയം ജനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അവരുടെ മുഖം പൂർണ്ണമായി മൂടിയ വേഷം. വെയിലും ചൂടും മണൽക്കാറ്റും അവരെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ക്രൂരത മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചുവെക്കാനായിരുന്നു. ഓരോരുത്തരുടെയും അരയിൽ തുണികൊണ്ട് കെട്ടിയ കനത്ത വാളുകളും കഠാരകളും തിളങ്ങി. അവരുടെ കൈകളിൽ പട്ടണത്തിൽ നിന്നും വഴികളിൽ നിന്നും അവർ കൊള്ളയടിച്ച വിലപിടിപ്പുള്ള സാധനങ്ങൾ നിറച്ച വലിയ സഞ്ചികളുണ്ടായിരുന്നു. അവർ ആരാണെന്ന് അലിബാബയ്ക്ക് മനസ്സിലാക്കാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല. അവർ 40 കള്ളന്മാരായിരുന്നു. അവരുടെ തലവൻ ആ 40 പേരിൽ ഏറ്റവും ഉയരം കൂടിയ ഇരുണ്ട വസ്ത്രം ധരിച്ച ഒരാളായിരുന്നു. അയാളുടെ കണ്ണുകൾ ഒരു കഴുകണ്ടേതുപോലെ ചുറ്റും പരതി നടന്നു. ആ മുഖത്തുണ്ടായിരുന്ന കടുടുപ്പം കണ്ട് അലിബാബ ഭയം കാരണം വിറച്ചുപോയി. കള്ളന്മാർ കുതിരകളിൽ നിന്ന് ഇറങ്ങി. കുന്നിന്റെ ചെരിവിലുള്ള ഒരു വലിയ പാറയുടെ മുന്നിലാണ് അവർ കുതിരകളെ കെട്ടിയിട്ടത്. കള്ളൻ ഉറച്ച ശബ്ദത്തിൽ, "നമ്മുടെ കാര്യങ്ങൾ ഇവിടെ സുരക്ഷിതമാണ്. പെട്ടെന്ന് പണമെല്ലാം അകത്താക്കണം." അലിബാബ മരത്തിനു മുകളിൽ ഒരു ഇല പോലും അനങ്ങാതെ ശ്വാസമടക്കിയിരുന്നു. താനിപ്പോൾ പിടിക്കപ്പെട്ടാൽ തന്റെയും തന്റെ കഴുതയുടെയും കഥ ഇവിടെ അവസാനിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അയാൾ കണ്ടു, കള്ളന്മാരുടെ തലവൻ നേരെ ആ വലിയ പാറയുടെ അടുത്തേക്ക് നടന്നു. തലവൻ കൈകൾ ഉയർത്തി ആ വലിയ പാറയിലേക്ക് നോക്കി. ഒരു മന്ത്രം പോലെ ഉറക്കെ ഇങ്ങനെ വിവളിച്ചു പറഞ്ഞു, "കള്ളൻ, ഓപ്പൺ സെസമി." അത്ഭുതം! കള്ളന്മാരുടെ തലവൻ ആ വാക്ക് ഉച്ചരിച്ച ഉടനെ ആ വലിയ പാറ ചുമരിൽ നിന്നും മാറി. അതിനു പിന്നിൽ ഇരുണ്ടതും നിഗൂഢവുമായ ഒരു വലിയ ഗുഹയുടെ വാതിൽ തുറന്നു. കള്ളന്മാർ കൊള്ളമുതലുകൾ നിറച്ച ചാക്കുകളുമായി ഗുഹയിലേക്ക് കയറിപ്പോയി. പാറയുടെ കവാടം തുറന്നു തന്നെ കിടന്നു. കള്ളന്മാരുടെ തലവൻ ഗുഹയിലേക്ക് പ്രവേശിച്ചു. ബാക്കിയുള്ള 40 പേരും അയാൾക്ക് പിന്നാലെ കുന്നിന്റെ ഉള്ളിലേക്ക് മറഞ്ഞു. പാറയുടെ വാതിൽ അങ്ങനെ തന്നെ തുറന്നു കിടന്നു. മരത്തിനു മുകളിലിരുന്ന അലിബാബ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ലോകത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു രഹസ്യത്തിനാണ് താൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ നിമിഷം അയാൾക്ക് പേടിയേക്കാൾ കൂടുതൽ അതിശയമാണ് തോന്നിയത്. കുറച്ചു സമയത്തിനു ശേഷം തലവൻ പുറത്തുവന്നു. അയാൾ പുറത്തുവന്ന ഉടനെ ഗുഹ അടയ്ക്കാനായി വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, "കള്ളൻ, ക്ലോസ് സെസമി." കള്ളന്മാരെല്ലാം വീണ്ടും കുതിരപ്പുറത്ത് കയറി. അവർ വന്ന വഴിയിലൂടെ തന്നെ പൊടിപടലങ്ങൾ സൃഷ്ടിച്ച് അതിവേഗം മറഞ്ഞുപോയി. അലിബാബ ആ 40 കുളമ്പടികളുടെ ശബ്ദം പൂർണ്ണമായും നിലയ്ക്കുന്നതുവരെ കാത്തിരുന്നു. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകുമോ? ഇല്ല, അയാൾ ഉറപ്പിച്ചു. കാട് വീണ്ടും പഴയ നിശബ്ദതയിലേക്ക് മടങ്ങി. ശ്വാസം പോലും അടക്കിപ്പിടിച്ചിരുന്ന അലിബാബ പതിയെ താഴെ ഇറങ്ങി. മണ്ണിൽ കാലുകുത്തിയപ്പോൾ പോലും അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ കണ്ടതൊരു സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യമോ? ആ രഹസ്യം ഇപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു വിത്തുപോലെ മുളയെടുക്കാൻ തുടങ്ങിയിരുന്നു. ഈ രഹസ്യം, ഇത് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വാക്കായിരിക്കുമോ? തന്റെ ദാരിദ്ര്യത്തിന്റെ ഇരുട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രകാശമായിരിക്കുമോ? അലിബാബ ആ പാറയുടെ മുന്നിൽ ചെന്നു നിന്നു. അയാളുടെ നെഞ്ചിടിപ്പ് ഒരു ചെണ്ടയുടെ താളം പോലെ ശക്തമായിരുന്നു. അയാൾ ചുറ്റും നോക്കി. ആരുമില്ല. കഴുത പാറയുടെ അടുത്ത് നിസ്സഹായനായി നിൽക്കുന്നു. അയാൾ ധൈര്യം സംഭരിച്ച് തലവൻ പറഞ്ഞ അതേ വാക്കുകൾ അതേ താളത്തിൽ വിളിച്ചു പറഞ്ഞു,
ഓപ്പൺ സീസാം. അത് സംഭവിച്ചു. മാന്ത്രിക വാക്ക് കേട്ടതും ആ വലിയ പാറ ചുമരുകൾ ചുമലിൽ നിന്നും മാറിപ്പോയി. അലിബാബയുടെ കണ്ണുകൾ മിഴിച്ചുപോയി. തുറന്ന ഗുഹയുടെ ഉള്ളിൽ നിന്നും തണുത്ത ഒരു കാറ്റ് പുറത്തേക്കൊഴുകി വന്നു. അലിബാബയുടെ മനസ്സിൽ ഒരു നിമിഷം ഭയം വന്നു. അതിനുള്ളിൽ കള്ളന്മാരുണ്ടോ? ഇല്ല, അവർ പോയത് അയാൾക്കുറപ്പാണ്. അയാൾ പതിയെ, ഭയത്തോടെ, എന്നാൽ വലിയ ആകാംക്ഷയോടെ ഗുഹയുടെ കവാടത്തിലേക്കെത്തി നോക്കി. പുറത്തെ സൂര്യരശ്മി ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ അലിബാബ കണ്ട കാഴ്ച അയാൾക്ക് വിശ്വസിക്കാനായില്ല. സ്വർണത്തിന്റെ ഒരു നഗരം പോലെ. നിലത്ത് നിറയെ സ്വർണ നാണയങ്ങൾ, വെള്ളിക്കൊണ്ടുള്ള പാത്രങ്ങൾ, അമൂല്യമായ രത്നങ്ങൾ, പതിപ്പിച്ച ആഭരണങ്ങൾ, മുത്തുകൾ. നൂറ്റാണ്ടുകളായി ഈ കൊള്ളക്കാർ ശേഖരിച്ചു വെച്ച സമ്പത്ത്. അന്ധകാരം നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിൽ ധനത്തിന്റെ തിളക്കം കാരണം ഒരു വെളിച്ചം നിറഞ്ഞു നിന്നിരുന്നു. അയാളുടെ ദാരിദ്ര്യത്തിന്റെ എല്ലാ ദുരിതങ്ങളും ഈ നിമിഷം തീർന്നുപോയതുപോലെ തോന്നി. അയാൾക്ക് വേണ്ടത് മുഴുവനും അവിടെയുണ്ടായിരുന്നു. ചിറകുവെട്ടാൻ കൊണ്ടുവന്ന തന്റെ കഴുത് പുറത്തു വെക്കാൻ പാകത്തിന് വലിയ ചാക്കുകളെടുത്തു. എന്നിട്ട് നിലത്ത് ചിതറിക്കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ മാത്രം അതിലേക്ക് നിറച്ചു. ചാക്കുകൾ നിറഞ്ഞപ്പോൾ അലിബാബ ഗുഹ അടച്ചു. അയാൾ കഴുതയുടെ അടുത്തേക്ക് പോയി. വിറകുകൾ വെട്ടിയതിനു മുകളിൽ ഈ സമ്പന്നമായ ചാക്കുകൾ ഒതുക്കിവെച്ചു. പുറമേ നിന്ന് നോക്കിയാൽ കനത്ത വിറകുകെട്ടുകൾ മാത്രമാണ് ചുമക്കുന്നതെന്ന് ആർക്കും തോന്നുകയില്ല. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. അലിബാബയും കഴുതയും ഒരു പുതിയ ഉണർവോടും ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളോടും കൂടി നഗരത്തിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഉടനെ അയാൾ ചാക്കുകൾ വിറകുകളുടെ ഇടയിൽ രഹസ്യമായി ഒളിപ്പിച്ചു. എന്നാൽ വിറകുകെട്ടിന് പതിവില്ലാത്ത അമിതഭാരം അലിബാബയുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് സംശയമുണ്ടാക്കി. അവർ ഭർത്താവിനോട് ആ ഭാരത്തിന്റെ കാരണം ചോദിച്ചു. ഭയം കാരണം സത്യം ഒളിപ്പിക്കാൻ ശ്രമിച്ച അലിബാബ ഒടുവിൽ ഭാര്യയെയും രഹസ്യമായി വിളിച്ചു. വിറകുകൾ മാറ്റി ആ ചാക്കുകൾ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇത് സ്വർണമാണല്ലോ, എവിടുന്നാ നിങ്ങൾക്കിത് കിട്ടിയത്? ഇത് മോഷണമാണോ അലിബാബ? നമ്മൾ ആപത്തിലാവില്ലേ? ദാരിദ്ര്യത്തിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഈ മോചനം അവൾക്ക് വിശ്വസിക്കാനായില്ല. ഭയവും സന്തോഷവും അവളുടെ മുഖത്ത് മാറിമറിഞ്ഞു. അലിബാബ ഭാര്യയെ ആശ്വസിപ്പിച്ചു. താൻ കാട്ടിൽ കണ്ട കള്ളന്മാരെക്കുറിച്ചും ഓപ്പൺ സെസമി എന്ന മാന്ത്രിക വാക്കിനെക്കുറിച്ചും വിശദീകരിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹമാണിത്. എന്നാൽ കേൾക്കുക, ഇതൊരു രഹസ്യമായിരിക്കും. ഈ സ്വർണത്തിന്റെ കാര്യം നമ്മുടെ വീട്ടിൽ പോലും ഒരു നിഴൽ അറിയരുത്. ജീവൻ അപകടത്തിലാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആശ്വാസത്തോടെ അവർ ആ സമ്പത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അലിബാബയും ഭാര്യയും ഈ വലിയ രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചുവെച്ച് സൂക്ഷിച്ച് തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ തുടങ്ങി. അടുത്ത ദിവസങ്ങൾ പതിവ് പോലെ വിറകുവെട്ടാൻ പോയെങ്കിലും അയാൾ കാട്ടിലെ രഹസ്യ ഗുഹയിൽ നിന്നും ആവശ്യത്തിനു മാത്രം സ്വർണം രഹസ്യമായി എടുത്തു. ആരും സംശയിക്കാത്ത രീതിയിൽ അയാൾ മെല്ലെ തന്റെ ജീവിതത്തിന്റെ നിറം മാറ്റിത്തുടങ്ങി. തകർന്നുപോയ വീട് നന്നാക്കി, ഭാര്യയ്ക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങി, വീട്ടിൽ നല്ല ഭക്ഷണം പാകം ചെയ്തു. ദാരിദ്ര്യത്തിന്റെ ഇരുൾ അലിബാബയുടെ കുടിലിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. പക്ഷേ പട്ടണത്തിൽ രഹസ്യങ്ങൾ അധികകാലം ഒളിച്ചിരിക്കില്ല. അലിബാബയുടെ ഈ പെട്ടെന്നുള്ള മാറ്റം ഖാസിമിന്റെ ഭാര്യയുടെ കണ്ണിലുടക്കി. ഒരു വിറകുവെട്ടുകാരന്റെ ഭാര്യ എങ്ങനെയാണ് ഇത്ര വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? അവരുടെ വീട്ടിലിപ്പോൾ എങ്ങനെയാണ് സുഗന്ധം പരക്കുന്നത്? അസൂയ ഒരു കനലെന്ന പോലെ അവരുടെ മനസ്സിലെരിഞ്ഞു. അവർ ഉടനെ ഖാസിമിനോട് പരാതിപ്പെട്ടു. നിങ്ങളുടെ സഹോദരൻ എന്തോ രഹസ്യമൊളിക്കുന്നു. അയാൾ പണക്കാരനായിരിക്കുന്നു. അതിന്റെ കാരണം നിങ്ങൾ കണ്ടെത്തണം. ഖാസിമിനിത് കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല. താനാണ് പട്ടണത്തിലെ ഏറ്റവും വലിയ ധനികൻ. ഈ വിറകുവെട്ടുകാരന് എങ്ങനെ തന്നേക്കാൾ പണക്കാരനാകാൻ കഴിയും? പക്ഷേ സംശയം അയാളുടെ മനസ്സിൽ ഒരു പുഴുവിനെ പോലെ അരിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ തങ്ങൾ ഒളിച്ചുവെച്ച സ്വർണ്ണ നാണയങ്ങൾ അളന്നു നോക്കണമെന്ന് അലിബാബയുടെ ഭാര്യയ്ക്ക് തോന്നി. അവർക്ക് സ്വന്തമായി അളവുപാത്രമുണ്ടായിരുന്നില്ല. അതിനാൽ ഭർത്താവിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി അവർ ഖാസിമിന്റെ വീട്ടിൽ ചെന്ന് അളവുപാത്രം കടം ചോദിച്ചു. ഖാസിമിന്റെ ഭാര്യ മനസ്സിൽ, ഈ പാവപ്പെട്ടവൾ എന്തിനാണ് അളവുപാത്രം കടം വാങ്ങുന്നത്? വിറകളക്കാനാണോ? എന്നാൽ അവസരം പാഴാക്കാതെ ഖാസിമിന്റെ ഭാര്യ ഉടൻ തന്നെ ഒരു തന്ത്രം പ്രയോഗിച്ചു. അവർ ആ അളവുപാത്രത്തിന്റെ അടിയിൽ ആർക്കും കാണാത്ത രീതിയിൽ ഒരു കഷ്ണം മെഴുകു തേച്ചു പിടിപ്പിച്ചു. എന്നിട്ട് അത് സന്തോഷത്തോടെ അലിബാബയുടെ ഭാര്യയ്ക്ക് കൊടുത്തു.
അളവുപാത്രം തിരികെ നൽകിയ ശേഷം ആകാംക്ഷയോടെ ഖാസീമിന്റെ ഭാര്യ അതിലേക്ക് നോക്കി. ഞെട്ടിപ്പോയി. ആ മെഴുകിൽ ഒരൊറ്റ സ്വർണ്ണ നാണയം ഒട്ടിപ്പിടിച്ചിരുന്നു. ഖാസീമിന്റെ ഭാര്യയുടെ കണ്ണ് തള്ളിപ്പോയി. സ്വർണമോ? ഇത് വിറകല്ല, സ്വർണമാണ് അളന്നത്. എങ്ങനെ? ആ നിമിഷം അവർ ഈ വിവരം ഖാസീമിന്റെ അടുത്തെത്തിച്ചു. അസൂയയും അത്യാഗ്രഹവും കൊണ്ട് ഖാസീമിന്റെ കണ്ണുകൾ ഇരുട്ടിലാണ്ടു. സ്വർണ്ണ നാണയം കണ്ട ഖാസിമിന്റെ അത്യാഗ്രഹം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. സഹോദരൻ തന്നെക്കാൾ ധനികനാവുകയോ അത് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ കോപത്തോടെ നേരെ അലിബാബയുടെ വീട്ടിലേക്ക് പാഞ്ഞു. ഖാസിം, നിന്റെ കയ്യിലുള്ള സമ്പത്തെല്ലാം എവിടെ നിന്നാണ്? നീ എന്താണ് എന്നിൽ നിന്ന് ഒളിക്കുന്നത്? സത്യം പറയുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പട്ടണത്തിലെ കള്ളനായി പ്രഖ്യാപിക്കും. ഖാസിമിന്റെ കടുത്ത ഭീഷണിക്കും നിർബന്ധത്തിനും വഴങ്ങി നിസ്സഹായനായ അലിബാബയ്ക്ക് ആ മാന്ത്രിക ഗുഹയുടെ രഹസ്യം വെളിപ്പെടുത്തേണ്ടി വന്നു. എങ്കിലും അയാൾ ഖാസിമിന് ഒരു താക്കീത് നൽകി. ഓർക്കുക സഹോദര, അത് കള്ളന്മാരുടെ ഗുഹയാണ്. അത്യാഗ്രഹം കാണിക്കരുത്. അത്യാവശ്യത്തിന് മാത്രം എടുത്ത് വേഗം മടങ്ങുക. അതിലുപരി ഓപ്പൺ സെസമി, ക്ലോസ് സെസമി എന്നീ വാക്കുകൾ ഒരിക്കലും മറക്കരുത്. ഖാസിം അലിബാബയുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അയാളുടെ മനസ്സിൽ നിറയെ ഗുഹയിലെ സ്വർണത്തിന്റെ തിളക്കം മാത്രമായിരുന്നു. അടുത്ത പ്രഭാതമുദിച്ചപ്പോൾ ഖാസിം പട്ടണത്തിലെ ഏറ്റവും കരുത്തരായ 10 കോവർ കഴുതകളെയും കൊള്ളമുതലുകൾ നിറയ്ക്കാൻ ആവശ്യമായ വലിയ സഞ്ചികളും ചാക്കുകളുമായി കാട്ടിലേക്ക് തിരിച്ചു. അലിബാബ പോയതിനേക്കാൾ വലിയ അത്യാഗ്രഹത്തോടെയാണ് അയാൾ പോയത്. അലിബാബ പറഞ്ഞ സ്ഥലത്ത് ആ വലിയ പാറയുടെ മുന്നിൽ ഖാസിം എത്തിച്ചേർന്നു. അയാൾ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. താൻ മാത്രമാണ് ലോകത്തിലെ ഈ വലിയ രഹസ്യം അറിയുന്നതെന്ന ചിന്ത അയാളെ മത്തുപിടിപ്പിച്ചു. അയാൾ വലിയ ആവേശത്തോടെ കൈകൾ ഉയർത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓപ്പൺ സെസമി. പാറ വഴിമാറി ഖാസിം ഗുഹയ്ക്കുള്ളിൽ കയറി. ആ കാഴ്ച കണ്ട് ഖാസിമിന്റെ കണ്ണുകൾ തള്ളിപ്പോയി. അത് വെറും സ്വർണമായിരുന്നില്ല, അത് ലോകത്തിലെ മുഴുവൻ സമ്പത്തുമായിരുന്നു. രത്നങ്ങൾ, പട്ട്, പുരാതന പാത്രങ്ങൾ, വെള്ളിയുടെ വലിയ കട്ടകൾ. ഖാസിം തന്റെ 10 കഴുതകൾക്കു വേണ്ടി കൊണ്ടുവന്ന ചാക്കുകൾ നിറയ്ക്കാൻ തുടങ്ങി. അയാൾ സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുത്തു. അയാളുടെ കൈകൾക്ക് വേഗത പോരാതെ വന്നു. ചാക്കുകൾ നിറഞ്ഞപ്പോൾ അയാൾ കൂടുതൽ സ്വർണത്തിനു വേണ്ടി ഗുഹയുടെ ഉള്ളിലേക്ക് ഓടി. ഇനിയും വേണം, ഈ സമ്പത്തെല്ലാം എന്റേതാണ്. അത്യാഗ്രഹത്തിന്റെ ലഹരിയിൽ അയാൾ തന്റെ ലക്ഷ്യം മറന്നു. അയാൾ ഏതാനും നിമിഷങ്ങൾക്കകം ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാകാൻ പോവുകയായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിൽ അയാൾ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാന്ത്രിക വാക്ക് പൂർണ്ണമായും മറന്നുപോയിരുന്നു. അയാൾ ചാക്കുകളെല്ലാം കവാടത്തിനടുത്ത് വെച്ചു. പുറത്തിറങ്ങാൻ ഒരുങ്ങി. അയാൾ പാറയിലേക്ക് നോക്കി. എന്നാൽ അയാൾക്ക് വാക്കുകൾ ഓർമ്മ വന്നില്ല. ഓപ്പൻ, ഓപ്പൻ, ഓപ്പൻ ബാർലി, ഓപ്പൻ വീറ്റ്, ഓപ്പൻ ഗ്രെയിൻ. തുറക്ക്, തുറന്നുകൊടുക്ക്. ഒരു ചലനവുമില്ല. പാറ തന്റെ രഹസ്യം സൂക്ഷിച്ച് നിശ്ചലമായി നിന്നു. ഭയം ഒരു തണുത്ത പാമ്പിനെ പോലെ ഖാസിമിന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു. ദൈവമേ, എന്താണ് ആ വാക്ക്? എനിക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ലല്ലോ. തന്റെ ആർത്തി തന്നെ ഈ കെണിയിലാക്കിയെന്ന് അയാൾ മനസ്സിലാക്കി. ഈ സമയം ദൂരെ നിന്ന് കുതിരകളുടെ കുളമ്പടി ശബ്ദം വീണ്ടും കേട്ടു തുടങ്ങി. കള്ളന്മാർ മടങ്ങിയെത്തുന്നു. ഭയം കാരണം ഖാസിമിന്റെ ശരീരം തളർന്നു. അയാൾ ഭ്രാന്തനെപ്പോലെ കവാടത്തിലടിച്ച് അലറാൻ തുടങ്ങി. ദയവായി തുറക്കൂ, എന്നെ പുറത്തു വരാൻ അനുവദിക്കൂ. അധികം താമസിയാതെ 40 കള്ളന്മാരും കുതിരപ്പുറത്ത് ഗുഹയുടെ കവാടത്തിലെത്തി. അവർ കണ്ടത് കവാടത്തിൽ പതിവില്ലാതെ കെട്ടിയിട്ട 10 കോവർ കഴുതകളെയും പാറയുടെ മുന്നിൽ അലറുന്ന ഖാസിമിനെയുമായിരുന്നു. ആരാണീ ദുഷ്ടൻ? ഇവൻ നമ്മുടെ രഹസ്യം അറിഞ്ഞിരിക്കുന്നു. ഇവൻ നമ്മെ ഒറ്റിക്കൊടുക്കും. കള്ളന്മാരുടെ തലവന്റെ വാളോങ്ങി. അത്യാഗ്രഹത്തിന്റെ ശിക്ഷ കഠിനമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഖാസിമിന്റെ കഥ അവിടെ അവസാനിച്ചു. ഖാസിമിന്റെ ദുരന്തം അത്യാഗ്രഹത്തിന്റെയും അസൂയയുടെയും അനിവാര്യമായ അന്ത്യമായിരുന്നു. കള്ളന്മാർ ഖാസിമിന്റെ മൃതദേഹം ഗുഹയ്ക്കുള്ളിലേക്ക് വലിച്ചിഴച്ചു. അവരെടുത്ത സ്വർണം അവിടെ തന്നെ ഇട്ടു.
ഈ ഗുഹയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർക്കുള്ള ഒരു താക്കീത് പോലെ അവർ ഖാസീമിന്റെ മൃതദേഹം കവാടത്തിൽ വെച്ചു. തുടർന്ന് കള്ളന്മാർ തങ്ങളുടെ പുതിയ കൊള്ളമുതലുകൾ ഗുഹയിൽ വെച്ചു. മാന്ത്രിക വാക്കുപയോഗിച്ച് പാറ അടച്ചു. ഖാസീം പോയ വഴിയെ തിരികെ വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഖാസീമിന്റെ ഭാര്യ ആകാംക്ഷയോടെ കാത്തിരുന്നു. അയാൾ സ്വർണവുമായി മടങ്ങിവരുമെന്ന് പ്രതീക്ഷിച്ചു. ഖാസീമിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ കാണാതായതോടെ ഭയവും ദുഃഖവും കാരണം അലിബാബയുടെ അടുത്തേക്ക് വന്നു. തന്റെ ഭർത്താവിന്റെ തിരോധാനം പട്ടണത്തിൽ ആരുമറിയാതെയിരിക്കാൻ അവൾ അലിബാബയോട് അഭ്യർത്ഥിച്ചു. തന്റെ സഹോദരനെ രക്ഷിക്കാൻ അലിബാബ ഉടൻ തന്നെ കാട്ടിലേക്ക് പുറപ്പെട്ടു. അയാൾ ഗുഹയുടെ അടുത്തെത്തി ഓപ്പൺ സെസമി എന്ന് വിളിച്ചു പറഞ്ഞു. കവാടം തുറന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച അത് ഭീകരമായിരുന്നു. ഖാസീമിന്റെ മൃതദേഹം കഷണങ്ങളായി വെട്ടിമാറ്റി ഒരു മുന്നറിയിപ്പ് പോലെ കവാടത്തിൽ വെച്ചിരുന്നു. ആ കാഴ്ചയിൽ അലിബാബയുടെ ഹൃദയം തകർന്നുപോയി. ഖാസീമിന്റെ ശരീരം കണ്ട അയാൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഈ ദുരന്തം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അയാൾക്ക് ഒരു ധാരണയുമുണ്ടായിരുന്നില്ല. മൃതദേഹം പട്ടണത്തിലേക്ക് കൊണ്ടുപോയാൽ അത് എല്ലാവരും അറിയും. കള്ളന്മാർ തങ്ങളെ തേടി വരുമെന്ന് അയാൾക്ക് ഉറപ്പുറപ്പായിരുന്നു. ഈ വലിയ രഹസ്യം അലിബാബയുടെ കുടുംബത്തെ അപകടത്തിലാക്കാൻ പോവുകയായിരുന്നു. ഈ കഠിനമായ സന്ദർഭത്തിലാണ് ഖാസീമിന്റെ വീട്ടിലെ വിശ്വസ്തയും ബുദ്ധിമതിയുമായ അടിമസ്ത്രീ മൊർജിയാന രംഗപ്രവേശം ചെയ്യുന്നത്. മൊർജിയാനയ്ക്ക് ഖാസീമിന്റെ ഭാര്യയുടെ ദുഃഖം മനസ്സിലായി. അലിബാബ ഖാസീമിന്റെ ശരീരം ഗുഹയിൽ നിന്നും രഹസ്യമായി എടുത്തു രാത്രിയുടെ മറവിൽ വീട്ടിലെത്തിച്ചു. തുടർന്ന് അയാൾ മൊർജിയാനയെ വിളിച്ച് ഈ ഭീകരമായ സത്യം മറ്റാരുമറിയാതെ തന്റെ സഹോദരന് മാന്യമായ ഒരു ശവസംസ്കാരം നൽകാൻ ആവശ്യപ്പെട്ടു. മൊർജിയാന തന്റെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് കള്ളന്മാരുടെയും പട്ടണത്തിലെ ആളുകളുടെയും കണ്ണിൽ പൊടിയിടാൻ തീരുമാനിച്ചു. അവൾ പട്ടണത്തിലെ ഏറ്റവും പ്രശസ്തനായ പഴയ തയ്യൽക്കാരനായ ബാബ മുസ്തഫയെ തേടിപ്പോയി. മൊർജിയാന ബാബ മുസ്തഫയുടെ അടുത്തേക്ക് ചെന്നു. അയാൾക്ക് നല്ല കാഴ്ചക്കുറവുണ്ടായിരുന്നു. അവൾ മുസ്തഫയുടെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. ഒരു രഹസ്യ ജോലി ചെയ്യാനുണ്ടെന്നും അയാൾ കണ്ണുകൾ കെട്ടി മാത്രമേ തന്റെ യജമാനന്റെ വീട്ടിലേക്ക് വരാവൂ എന്നും ആവശ്യപ്പെട്ടു. പേടി തോന്നിയെങ്കിലും സ്വർണത്തിന്റെ തിളക്കം കണ്ട് ബാബ മുസ്തഫ സമ്മതിച്ചു. മൊർജിയാന അയാളുടെ കണ്ണ് കട്ടിയായി കെട്ടി കൈ പിടിച്ച് ഖാസിമിന്റെ വീട്ടിലെ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലെത്തിച്ചു. ഖാസിമിന്റെ മൃതദേഹത്തിന്റെ കഷണങ്ങൾ ഒരുമിച്ച് തുന്നിച്ചേർക്കുക എന്നതായിരുന്നു മുസ്തഫയുടെ ജോലി. ജോലി കഴിഞ്ഞപ്പോൾ മൊർജിയാന തുന്നൽക്കാരന് കൂടുതൽ സ്വർണം നൽകി അയാളെ തിരികെ കണ്ണ് കെട്ടി തന്നെ വീട്ടിലെത്തിച്ചു. തയ്യൽക്കാരൻ എന്താണ് തുന്നിച്ചേർത്തതെന്ന് അയാൾക്കറിയില്ലായിരുന്നു. തുന്നൽ പൂർത്തിയായതോടെ ഖാസിമിന്റെ മരണം രോഗം മൂലമാണെന്ന് വരുത്തി തീർക്കാൻ മൊർജിയാന ശ്രമിച്ചു. അവൾ പട്ടണത്തിലെ മരുന്ന് കടകളിൽ പോയി തന്റെ യജമാനന് കഠിനമായ രോഗമാണെന്നും അതിനുള്ള മരുന്നുകൾ വേണമെന്നും പറഞ്ഞ് കുറേ കഷായങ്ങളും മരുന്നുകളും വാങ്ങി. ഇത് അയൽക്കാർക്കിടയിൽ ഒരു കിംവദന്തി പരത്താൻ സഹായിച്ചു. ഖാസിം രോഗം ബാധിച്ചാണ് മരിച്ചത്. അങ്ങനെ ബുദ്ധിമതിയായ മൊർജിയാനയുടെ തന്ത്രം വിജയിച്ചു. പട്ടണത്തിലെ ആരും ഖാസിമിന്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ച് സംശയിച്ചില്ല. ഭർത്താവിന്റെ അന്ത്യകർമ്മങ്ങൾ പട്ടണത്തിലെ മര്യാദകൾക്കനുസരിച്ച് നടന്നു. അലിബാബയുടെ ദുഃഖം ആത്മാർത്ഥമായിരുന്നു. എങ്കിലും മൊർജിയാനയുടെ സഹായത്തോടെ ആ രഹസ്യം അയാൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു. ഖാസിമിന്റെ മരണം അലിബാബയ്ക്ക് ഒരു വലിയ ദുരിതമായിരുന്നുവെങ്കിലും അത് അയാളെ സംബന്ധിച്ച് ഒരു വലിയ സത്യം ബോധ്യപ്പെടുത്തി. ധനം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് ജീവൻ നിലനിർത്തുന്നതും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതും. അലിബാബ ഖാസിമിന്റെ ഭാര്യയെയും മകനെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മൊർജിയാനയുടെ വിശ്വസ്തതയും ബുദ്ധിയും കണ്ട് അലിബാബ സന്തോഷിച്ചു. അവർ എല്ലാവരും ഒന്നായി ജീവിക്കാൻ തുടങ്ങി. ലോകം ഖാസിമിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. എന്നാൽ കാട്ടിലെ കള്ളന്മാർ അവർ തങ്ങളുടെ ഗുഹയിലേക്ക് അതിക്രമിച്ചു കയറിയ ആ വിഡ്ഢിയെക്കുറിച്ച് മറന്നിരുന്നില്ല. കള്ളന്മാർ ഗുഹയിലേക്ക് അതിക്രമിച്ചു കയറിയവനെ വെട്ടിനുറുക്കി ഒരു താക്കീത് നൽകിയിട്ടും മൃതദേഹം ദുരൂഹമായി അപ്രത്യക്ഷമായത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കി. ഖാസിമിന്റെ മൃതദേഹം എങ്ങനെ പട്ടണത്തിലെത്തി?
രഹസ്യമറിയുന്ന മറ്റൊരാൾ അവിടെയുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കള്ളന്മാരുടെ തലവൻ തന്റെ സംഘത്തിലെ ഏറ്റവും തന്ത്രശാലിയായ ഒരാളെ പട്ടണത്തിലേക്ക് അയച്ചു. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: രഹസ്യമറിയുന്ന ആളെ കണ്ടെത്തുക, എന്നിട്ട് അവനെയും കൊലപ്പെടുത്തുക. ഒന്നാം കള്ളൻ പട്ടണത്തിലേക്ക് യാത്രയായി. പട്ടണത്തിലെ ഓരോ തെരുവിലും ഓരോ കവലയിലും കള്ളൻ സംശയത്തോടെ ചുറ്റി സഞ്ചരിച്ചു. അയാൾക്കറിയേണ്ടത് അടുത്തിടെ നടന്ന അസാധാരണമായ ഒരു മരണത്തെക്കുറിച്ചാണ്. ഒടുവിൽ അയാൾ ബാബ മുസ്തഫ എന്ന തയ്യൽക്കാരന്റെ കടയുടെ അടുത്തെത്തി. അയാൾ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തയ്യൽക്കാരാ, നിങ്ങളുടെ തുന്നലുകൾക്ക് വലിയ പ്രശസ്തിയുണ്ടല്ലോ. താങ്കൾ അടുത്തിടെ എന്തെങ്കിലും അസാധാരണമായി തുന്നിയിട്ടുണ്ടോ? തുടക്കത്തിൽ മുസ്തഫ ഒന്നും പറയാൻ മടിച്ചു. എന്നാൽ കള്ളൻ തന്ത്രത്തിൽ സംസാരിച്ചു. ഒരു ചെറിയ സ്വർണ്ണ നാണയം അയാൾക്ക് കൈക്കൂലിയായി നൽകി. സ്വർണം കണ്ടപ്പോൾ മുസ്തഫയ്ക്ക് നിയന്ത്രണം നഷ്ടമായി. അതെ സുഹൃത്തെ, ഞാൻ അടുത്തിടെ ഒരു രഹസ്യ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു അടിമ സ്ത്രീ എൻ്റെ കണ്ണുകെട്ടി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ കഷ്ണങ്ങളായി വെട്ടിയ ഒരു മനുഷ്യന്റെ ശരീരം തുന്നിച്ചേർത്തു. അതൊരു ഭീകരമായ കാഴ്ചയായിരുന്നു. കള്ളന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നതും. എങ്കിൽ ഇപ്പോൾ എനിക്ക് ആ വീട് എവിടെയാണെന്ന് കാണിച്ചു തരണം. നിങ്ങൾക്കതിനു വലിയ പ്രതിഫലം കിട്ടും. ബാബ മുസ്തഫ വീണ്ടും ഭയന്നു. എന്നാൽ സ്വർണത്തിന്റെ മോഹത്താൽ അയാൾ സമ്മതിച്ചു. കള്ളൻ അയാളുടെ കണ്ണുകൾ വീണ്ടും കറുത്ത തുണി കൊണ്ട് കെട്ടി. എന്നിട്ട് തയ്യൽക്കാരന്റെ കൈ പിടിച്ച് അയാൾ നടന്ന വഴികളിലൂടെ തിരികെ പോകാൻ ആവശ്യപ്പെട്ടു. കണ്ണുകെട്ടിയ തയ്യൽക്കാരൻ താൻ നടന്ന വഴികൾ ഓർത്തെടുക്കാൻ കഷ്ടപ്പെട്ടു. അയാളുടെ മനസ്സിൽ പതിഞ്ഞ എല്ലാ വളവുകളും തിരിവുകളും അയാൾ കള്ളന് പറഞ്ഞുകൊടുത്തു. ഒടുവിൽ, ദേ, ഇതാണ് ആ വീട്. ഇതിനു മുന്നിലാണ് അവൾ എൻ്റെ കണ്ണഴിച്ചത്. ഒന്നാം കള്ളൻ ഉടൻ തന്നെ ഒരു ചുവന്ന ക്രോസ് മാർക്ക് ആ വാതിലിൽ അടയാളപ്പെടുത്തി. എന്നിട്ട് അയാൾ തയ്യൽക്കാരനെ പറഞ്ഞയച്ചു. കള്ളന്മാരുടെ തലവനെ വിവരമറിയിക്കാൻ തിടുക്കത്തിൽ കാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഈ സമയമത്രയും പട്ടണത്തിലെ തിരക്കുകളിൽ മോർജിയാനയുടെ കണ്ണുകളുണ്ടായിരുന്നു. അവർക്ക് പട്ടണത്തിൽ എന്തോ അസാധാരണമായി നടക്കുന്നുണ്ടെന്ന് തോന്നി. കള്ളന്മാരിലൊരാൾ ഹാസിമിന്റെ രഹസ്യം തേടി പട്ടണത്തിൽ വന്നിരിക്കണം എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പട്ടണത്തിൽ ചുറ്റി നടന്നു. സംശയകരമായ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ നടക്കുമ്പോൾ മോർജിയാന അലിബാബയുടെ വീടിന്റെ വാതിലിൽ ചുവന്ന കുരിശ് കണ്ടു. അവൾക്ക് അപകടം മണത്തു. ഈ അടയാളം കള്ളന്മാരുടെ പ്രവൃത്തിയാണ്. ബുദ്ധിമതിയായ മോർജിയാനയ്ക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അവൾ ഉടൻ തന്നെ ഒരു തന്ത്രം പ്രയോഗിച്ചു. വേഗത്തിൽ ചെന്ന് അതേ നിറവും വലുപ്പവുമുള്ള ഒരു ചായമെടുത്തു. എന്നിട്ട് അയൽക്കാരുടെ വീടുകളിലും അതേപോലെ ചുവന്ന കുരിശ് അടയാളപ്പെടുത്തി. ഒരേപോലെ തോന്നിക്കുന്ന 10 വീടുകളിൽ അവൾ ആ അടയാളം വരച്ചു. ഒന്നാം കള്ളൻ ഗുഹയിലേക്ക് തിരികെ ചെന്ന് തലവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. തലവൻ തൻ്റെ കടുപ്പം നിറഞ്ഞ സ്വരമുയർത്തി. നല്ല ജോലി. ഇപ്പോൾ 40 പേരും തയ്യാറാകുക. നമ്മൾ ഇന്ന് രാത്രി പട്ടണത്തിൽ പോകും. ഞാൻ വാതിലിൽ അടയാളം വെച്ച വീട്ടിൽ അതിക്രമിച്ചു കയറി ആ രഹസ്യമറിയുന്നവനെ ശിക്ഷിക്കും. രാത്രിയുടെ നിഴലിൽ 40 കള്ളന്മാരും പട്ടണത്തിലേക്ക് തിരിച്ചു. തലവൻ ഒന്നാം കള്ളനെയും കൂട്ടി ചുവന്ന കുരിശു വെച്ച വാതിലിനടുത്തെത്തി. എന്താണിത്? നീ വെറുമൊരു വാതിലിലല്ലേ അടയാളം വെക്കേണ്ടത്? ഇവിടെ 40 വീടുകളിൽ കുരിശ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ് നമ്മൾ ലക്ഷ്യം വെച്ച വീട്? ഒന്നാം കള്ളൻ വിറയ്ക്കാൻ തുടങ്ങി. ഈ നിസ്സാരമായ തെറ്റ് ക്ഷമിക്കാൻ കഴിയില്ല. നീ നമ്മുടെ രഹസ്യം അപകടത്തിലാക്കി. കോപാകുലനായ തലവൻ ഒട്ടും താമസിക്കാതെ ആ ഒന്നാം കള്ളനെ ശിക്ഷിച്ചു. അയാളുടെ ശിരച്ഛേദം ചെയ്തു. ഇനി രണ്ടാമതൊരു ശ്രമത്തിന് അയാൾ തയ്യാറെടുത്തു. അയാൾ തന്റെ സംഘത്തിലെ ഏറ്റവും മിടുക്കനായ രണ്ടാം കള്ളനെ വിളിച്ചു. നീ പട്ടണത്തിൽ പോവുക. നേരത്തെ അടയാളം വെച്ച വീടുകളിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും രഹസ്യം കണ്ടെത്തുക. തിരിച്ചു വരുമ്പോൾ അടയാളം വെക്കരുത്. പകരം ആ വീടിന്റെ പ്രത്യേകത കൃത്യമായി ഓർമ്മിച്ചിരിക്കുക. രണ്ടാം കള്ളൻ പട്ടണത്തിലേക്ക് യാത്രയായി. അയാൾ ഓരോ വാതിലും ശ്രദ്ധിച്ചു. അയാളുടെ കണ്ണിൽ അലിബാബയുടെ വീടിന്റെ പ്രത്യേകത പതിഞ്ഞു. അത് അയൽ വീടുകളേക്കാൾ അല്പം വലുതായിരുന്നു.
അയാൾ ആ വീട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നിട്ട് അയാൾ ഒരു വ്യത്യസ്തമായ അടയാളം വെച്ചു. വാതിലിന്റെ താഴെ ഭാഗത്ത് കറുത്ത കരികൊണ്ട് ഒരു ചെറിയ വൃത്തം വരച്ചു. എന്നാൽ മൊർജിയാന ഉറങ്ങിയിരുന്നില്ല. അവൾ നഗരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് കറുത്ത വൃത്തം കണ്ടു. അവൾക്ക് മനസ്സിലായി, കള്ളന്മാർ രണ്ടാമതും ശ്രമിച്ചിരിക്കുന്നു. ഇത്തവണ അവൾ കൂടുതൽ ശ്രദ്ധിച്ചു. വീണ്ടും അവൾ കറുത്ത കരിയെടുത്തു. എന്നിട്ട് അയൽക്കാരുടെ എല്ലാ വാതിലുകളിലും വൃത്താകൃതിയിലുള്ള അടയാളങ്ങൾ വെച്ചു. വീണ്ടും കള്ളന്മാരുടെ തലവൻ രണ്ടാം കള്ളനുമായി പട്ടണത്തിലെത്തി. ആ തെരുവിൽ നിറയെ കറുത്ത വൃത്തങ്ങൾ. തലവൻ രണ്ടാമതും കോപിച്ചു. നിങ്ങൾ നിസ്സാരമായ മനുഷ്യർ, നിങ്ങൾ ഈ വലിയ പ്രതികാരത്തിന് യോജിച്ചവരല്ല. രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടു. പ്രതികാരം വൈകുന്നത് തലവനെ ഭ്രാന്തനാക്കി. അവൻ രണ്ടാമത്തെ കള്ളനെയും കൊലപ്പെടുത്തി. കള്ളന്മാരുടെ തലവന്റെ കോപം ആകാശത്തോളം ഉയർന്നു. തന്റെ 40 കള്ളന്മാരിൽ 2 പേരെ വെറുതെ നഷ്ടപ്പെടുത്തി. ഈ രഹസ്യമറിയുന്നവൻ വെറുമൊരു സാധാരണക്കാരനല്ല. അയാൾ ഒരു തന്ത്രശാലിയാണെന്ന് തലവന് മനസ്സിലായി. ഇനി ഞാൻ തന്നെ പോകും. ഈ പ്രതികാരം ഞാൻ എൻ്റെ കൈകളാൽ നിറവേറ്റും. മൂന്നാമത്തെ ശ്രമത്തിനായി കള്ളന്മാരുടെ തലവൻ സ്വയം രംഗത്തിറങ്ങാൻ തീരുമാനിച്ചു. ഇത്തവണ അയാൾ യാതൊരു അടയാളങ്ങളും വെക്കാൻ പോകുന്നില്ല. പകരം അലിബാബയുടെ വീട്ടിൽ തന്നെ അതിഥിവേഷത്തിൽ കടന്നു ചെല്ലാനാണ് അയാൾ പദ്ധതിയിട്ടത്. അടുത്ത ദിവസം തലവൻ പട്ടണത്തിലെ ഒരു എണ്ണക്കച്ചവടക്കാരന്റെ വേഷം ധരിച്ചു. അയാൾ 40 എണ്ണച്ചാക്കുകൾ വാങ്ങി. അതിൽ ഒരെണ്ണത്തിൽ മാത്രം അയാൾ എണ്ണ നിറച്ചു. ബാക്കി 39 ചാക്കുകളിലും തന്റെ 39 കള്ളന്മാരെയും ഒളിപ്പിച്ചു. ഓരോ കള്ളനും തങ്ങളുടെ വാളുകൾ കയ്യിൽ മുറുക്കെ പിടിച്ച് ചാക്കിനുള്ളിൽ രാത്രിയുടെ വരവിനായി കാത്തിരുന്നു. കള്ളന്മാരുടെ തലവൻ ഈ 39 ചാക്കുകളും നിറച്ച കോവർ കഴുതകളുടെ ഒരു വലിയ നിരയുമായി പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. ഇരുട്ട് വീഴാൻ തുടങ്ങി. തലവൻ നേരെ അലിബാബയുടെ വീടിന്റെ കവാടത്തിലെത്തി. അയാൾ വാതിലിൽ മുട്ടി ഒരു ദയനീയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, "അല്ലയോ മഹാനുഭാവ, ഞാൻ ദൂരെ ദേശത്തുനിന്നു വരുന്ന ഒരു എണ്ണക്കച്ചവടക്കാരനാണ്. ഇരുട്ട് വീണു. നഗര കവാടങ്ങൾ അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് താമസിക്കാൻ ഒരിടം ലഭിച്ചില്ല. എന്റെ പക്കൽ 40 എണ്ണച്ചാക്കുകളുണ്ട്. ഇത് സുരക്ഷിതമായി വെക്കാൻ അങ്ങ് അനുവദിക്കണം. ഒരു രാത്രി മാത്രം താമസിച്ച് നാളെ രാവിലെ ഞാൻ യാത്ര തുടരും." ദയയുള്ള മനസ്സുള്ള അലിബാബ ആരെയും സംശയിക്കാത്ത ഒരു പാവമായിരുന്നു. തന്റെ സഹോദരൻ ഖാസിമിന്റെ വീട് ഇപ്പോൾ അലിബാബയുടെ ഉടമസ്ഥതയിലാണ്. അത്യാവശ്യക്കാർക്ക് സഹായം ചെയ്യുന്നത് അലിബാബയുടെ സ്വഭാവമാണ്. അയാൾ കച്ചവടക്കാരന് ഉദാരമായി വാതിൽ തുറന്നുകൊടുത്തു. "വരൂ എന്റെ സ്നേഹിത, സന്തോഷത്തോടെ എന്റെ വീട്ടിൽ കഴിയുക. നിങ്ങളുടെ ചരക്കുകൾ മുറ്റത്ത് സുരക്ഷിതമായി വെക്കാം." കള്ളന്മാരുടെ തലവൻ തന്റെ കഴുതകളെയും എണ്ണച്ചാക്കുകളെയും വീടിന്റെ മുറ്റത്ത് ഒതുക്കിവെച്ചു. എന്നിട്ട് അലിബാബയ്ക്ക് നന്ദി പറഞ്ഞു. കള്ളന്മാരുടെ തലവന്റെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കള്ളന്മാരുടെ തലവനായ കച്ചവടക്കാരൻ തന്റെ യാത്രയുടെ ക്ഷീണം നടിച്ചു പെട്ടെന്ന് കിടന്നുറങ്ങാൻ പോയി. അയാൾ കാത്തിരുന്നത് അർദ്ധരാത്രി വരെയായിരുന്നു. ആ സമയം ചാക്കുകൾക്കുള്ളിലെ കള്ളന്മാർ പുറത്തുവരും, ഉറങ്ങിക്കിടക്കുന്ന അലിബാബയെയും വീട്ടുകാരെയും കൊലപ്പെടുത്തും. സമയം അർദ്ധരാത്രിയോടടുത്തു. ഈ സമയം മൊർജിയാനയുടെ ഊഴമായിരുന്നു. അലിബാബയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ മൊർജിയാനക്ക് എണ്ണ വേണ്ടി വന്നു. മുറ്റത്ത് എണ്ണച്ചാക്കുകളുണ്ടല്ലോ എന്നോർത്ത അവൾ ഒരു പാത്രവുമായി മുറ്റത്തേക്ക് പോയി. മുറ്റത്തെത്തിയ മൊർജിയാന ഓരോ ചാക്കിലും ചെന്ന് മെല്ലെ തട്ടിനോക്കി. എണ്ണയുടെ മണം അവൾക്ക് അത്ര പരിചയമുള്ളതായി തോന്നിയില്ല. മാത്രമല്ല, എണ്ണച്ചാക്കുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഭാരക്കുറവും അവയ്ക്കുണ്ടായിരുന്നില്ല. അവൾ ഒന്നാമത്തെ ചാക്കിനടുത്തെത്തി. എണ്ണ നിറച്ച ചാക്ക് അതായിരുന്നു. അവൾ രണ്ടാമത്തെ ചാക്കിനടുത്തെത്തി.
എണ്ണ എടുക്കാനായി അതിൻ്റെ അടപ്പ് തുറന്നപ്പോൾ ഉള്ളിൽ നിന്നും ഒരു പതിഞ്ഞ ശബ്ദം, ഇപ്പോൾ സമയമായോ തലവനെ? നമ്മൾ പുറത്തിറങ്ങാൻ സമയമായോ? മൊർജിയാനയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ എണ്ണച്ചാക്കുകൾ എണ്ണയല്ല, ഇവ ഓരോന്നും അലിബാബയുടെ ജീവനെടുക്കാൻ വന്ന ഓരോ കള്ളന്മാരാണ്. അവൾക്ക് ഭയം തോന്നിയില്ല. പകരം ഉടനടി പ്രതികരിക്കാനുള്ള ഒരു ഊർജമാണ് അവളിൽ നിറഞ്ഞു വന്നത്. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. മൊർജിയാന ഒരു തന്ത്രം ആസൂത്രണം ചെയ്തു. അവൾ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് തിരികെ പോയി. അവൾ വലിയ പാത്രത്തിൽ എണ്ണ നിറച്ചു. അതിനെ കടുപ്പത്തിൽ തിളപ്പിച്ചു. എണ്ണ നന്നായി തിളച്ചപ്പോൾ മൊർജിയാന ആ വലിയ പാത്രമെടുത്തു. അവൾ നേരെ മുറ്റത്തേക്ക് ചെന്നു. ശബ്ദമുണ്ടാക്കാതെ അവൾ ഓരോ എണ്ണച്ചാക്കുകളുടെ അടുത്തേക്കും ചെന്നു. എണ്ണച്ചാക്കുകൾക്കുള്ളിൽ കള്ളന്മാർ പുറത്തുവരാനായി കാത്തിരിക്കുകയായിരുന്നു. മൊർജിയാന അടപ്പ് തുറന്ന് തിളച്ചുമറിയുന്ന എണ്ണ ഓരോ ചാക്കുകളിലേക്കും ഒഴിച്ചു. ഒന്നല്ലല്ല, രണ്ടല്ല, ആ 39 ചാക്കുകളിലും അവൾ ഒട്ടും ദയയില്ലാതെ ആ തിളച്ച എണ്ണ ഒഴിച്ചു. ഒരു നിമിഷം കൊണ്ട് ആ 39 വനറ്റുപോയിരുന്നു. കള്ളന്മാരുടെ പ്രതികാരം മൊർജിയാനയുടെ തന്ത്രത്തിന് മുന്നിൽ തകർന്നുപോയി. ജോലി പൂർത്തിയാക്കിയ ശേഷം മൊർജിയാന നിശബ്ദമായി അടുക്കളയിലേക്ക് മടങ്ങി. കള്ളന്മാരുടെ തലവൻ ശാന്തനായി ഉറങ്ങുകയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മൊർജിയാനയുടെ ബുദ്ധിശക്തിയും ധൈര്യവും അലിബാബയുടെയും കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ കള്ളന്മാരുടെ തലവൻ ഉണർന്നു. അയാൾ മുറ്റത്തേക്ക് വന്നു. അപ്പോൾ തൻ്റെ കൂട്ടുകാർക്ക് എന്തു സംഭവിച്ചുവെന്ന് കാണാനായി അയാൾ ഒരു ചാക്കിനടുത്തെത്തി. തലവൻ കണ്ട കാഴ്ച അത് അയാളെ ഞെട്ടിച്ചു. ഭയന്നുപോയ തലവൻ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. അയാൾ ഉടൻ തന്നെ തൻ്റെ കച്ചവടക്കാരൻ്റെ വേഷത്തിൽ പട്ടണത്തിൽ നിന്നും അതിവേഗം ഓടി രക്ഷപ്പെട്ടു. അലിബാബ ഉണർന്നപ്പോൾ മുറ്റത്ത് കച്ചവടക്കാരനെയോ കഴുതകളെയോ കണ്ടിട്ടില്ല. മൊർജിയാനയാണ് അലിബാബയെ വിളിച്ചു വരുത്തി. അവൾ മുറ്റത്ത് വെച്ച് തലവന്റെ തന്ത്രത്തെക്കുറിച്ചും ആ 39 കള്ളന്മാരെ എണ്ണച്ചാക്കുകളിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെക്കുറിച്ചും വിശദീകരിച്ചു. അലിബാബയ്ക്ക് മൊർജിയാനയുടെ ബുദ്ധിശക്തിയിൽ അത്ഭുതം തോന്നി. അയാൾ മൊർജിയാനയോട് വലിയ നന്ദി പറഞ്ഞു. 40 കള്ളന്മാരിലെ അവശേഷിക്കുന്ന ഒരേ ഒരാൾ, അവരുടെ തലവൻ, നാണക്കേടും പ്രതികാരദാഹവുമായി ആ പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തൻ്റെ 38 കൂട്ടുകാരെയും അതിനു മുമ്പ് 2 വിശ്വസ്തരെയും നഷ്ടമായിരിക്കുന്നു. അയാൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു: തൻ്റെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം അലിബാബ എന്ന ആ വിറകുവെട്ടുകാരൻ. എന്നാൽ ഈ തോൽവി അയാളെ തളർത്തിയില്ല. പകരം പ്രതികാരദാഹം ഒരു വിഷസർപ്പത്തെ പോലെ അയാളുടെ മനസ്സിൽ ചുറ്റി. ഇത്തവണ അയാൾ തൻ്റെ എല്ലാ ഭീകരതയും എല്ലാ രഹസ്യവും ഒളിച്ചുവെക്കാൻ തീരുമാനിച്ചു. ഒരു കള്ളനായിട്ടല്ല, മറിച്ച് ഒരു മാന്യനായ കച്ചവടക്കാരൻ്റെ വേഷത്തിൽ. കള്ളന്മാരുടെ തലവൻ വീണ്ടും പട്ടണത്തിലേക്ക് വന്നു. അയാൾ ദൂരെ സ്ഥലത്തുനിന്നു വന്ന ഒരു വലിയ തുണിക്കച്ചവടക്കാരനായി സ്വയം പരിചയപ്പെടുത്തി. അയാൾ വേഗത്തിൽ ഒരു കട തുറന്നു. ആ കടയുടെ പ്രത്യേകത എന്തെന്നാൽ അത് അലിബാബയുടെ മകന്റെ കടയ്ക്ക് സമീപത്തായിരുന്നു. ഈ പുതിയ കച്ചവടക്കാരന്റെ വിനയവും നല്ല പെരുമാറ്റവും വില കൂടിയ തുണിത്തരങ്ങളും പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അയാൾ മാന്യനും ഉദാരനുമായിരുന്നു. അലിബാബയുടെ മകനെ അയാൾ പരിചയപ്പെട്ടു. അല്ലയോ ചെറുപ്പക്കാരാ, എൻ്റെ കട തുടങ്ങിയിട്ട് അധിക നാളായില്ല. നിങ്ങളുടെ സഹായവും ഉപദേശവും എനിക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഒരേ കച്ചവട രംഗത്തുള്ളവരല്ലേ, നമുക്ക് സുഹൃത്തുക്കളാവാം. അലിബാബയുടെ മകൻ
അയാളുടെ ഈ വിനയം കണ്ട് സന്തോഷിച്ചു. അധികം താമസിയാതെ അവർ നല്ല സുഹൃത്തുക്കളായി. ആരും തിരിച്ചറിയാത്ത രീതിയിൽ കള്ളന്മാരുടെ തലവൻ അലിബാബയുടെ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. കച്ചവടക്കാരന്റെ രൂപത്തിലുള്ള തലവൻ തന്റെ തന്ത്രങ്ങൾ മെല്ലെ മെനഞ്ഞു തുടങ്ങി. ഒരു ദിവസം അലിബാബയുടെ മകൻ ആ പുതിയ കച്ചവടക്കാരനെ തങ്ങളുടെ വീട്ടിലേക്ക് അത്താഴത്തിനായി ക്ഷണിച്ചു. അലിബാബയും മകനും കള്ളന്മാരുടെ തലവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കള്ളന്റെ തലവൻ എല്ലാവരോടും 40 കള്ളന്മാരിലെ അവശേഷിക്കുന്ന ഒരേ ഒരാൾ, അവരുടെ തലവൻ, നാണക്കേടും പ്രതികാരദാഹവുമായി ആ പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തന്റെ 38 കൂട്ടുകാരെയും അതിനു മുമ്പ് 2 വിശ്വസ്തരെയും നഷ്ടമായിരിക്കുന്നു. അയാൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു: തന്റെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം അലിബാബ എന്ന ആ വിറകുവെട്ടുകാരൻ. എന്നാൽ ഈ തോൽവി അയാളെ തളർത്തിയില്ല. പകരം പ്രതികാരദാഹം ഒരു വിഷസർപ്പത്തെ പോലെ അയാളുടെ മനസ്സിൽ ചുറ്റും. ഭക്ഷണ സമയത്ത് മോർജിയാന അടുക്കളയിൽ നിന്ന് ഓരോ വിഭവങ്ങൾ കൊണ്ടുവരുമ്പോഴും കള്ളന്മാരുടെ തലവനെ ശ്രദ്ധിച്ചു. അയാളുടെ കണ്ണ് തലവന്റെ വേഷം ധരിച്ച മനുഷ്യന്റേതുപോലെ തന്നെ ക്രൂരവും ഇരുണ്ടതുമായിരുന്നു. അയാളുടെ പെരുമാറ്റം വിനയമായിരുന്നെങ്കിലും അയാളുടെ ഉള്ളിലെ തീവ്രമായ പ്രതികാരദാഹം മോർജിയാനയുടെ മൂർച്ചയുള്ള കണ്ണുകൾ തിരിച്ചറിഞ്ഞു. ഈ മുഖം തന്റെ യജമാനനെ കൊല്ലാൻ വന്ന തലവന്റേതാണ്. ഭക്ഷണം കഴിഞ്ഞപ്പോൾ മോർജിയാന പതിവ് പോലെ അലിബാബയുടെ അടുത്തു വന്നു. യജമാനനെ, ഈ അതിഥി അപകടകാരിയാണ്. അയാൾ നമ്മുടെ യഥാർത്ഥ ശത്രുവാണ്. എന്നാൽ അലിബാബ വിശ്വസിച്ചില്ല. മോർജിയാന, നീ പേടിക്കണ്ട. ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. നിന്റെ സംശയം വെറുതെയാണ്. കള്ളന്റെ തലവൻ പോകുന്നതിനു മുൻപ് അലിബാബയെ കൊല്ലാൻ ഉറച്ചിരുന്നു. അതിനാൽ രാത്രി ഏറെ വൈകിയിട്ടും അയാൾ യാത്ര പറഞ്ഞില്ല. മോർജിയാനയ്ക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. തന്റെ യജമാനന്റെ ജീവൻ രക്ഷിക്കാൻ ഇനിയൊരു വഴിയേ ഉള്ളൂ: കള്ളന്മാരുടെ തലവന്റെ അവസാനത്തെ പ്രതികാരം തന്റെ അവസാനത്തെ തന്ത്രം കൊണ്ട് തകർക്കുക. മോർജിയാന വീട്ടുകാരുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ അനുവാദം ചോദിച്ചു. അലിബാബ സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. മോർജിയാന ഉടൻ തന്നെ മനോഹരമായ വേഷം ധരിച്ചു. നൃത്തത്തിനായി അവൾ തന്റെ അരയിൽ ഒരു കഠാര ഒളിപ്പിച്ചു. അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവളുടെ നൃത്തം കള്ളന്മാരുടെ തലവന്റെ കണ്ണിൽ നിന്ന് പോലും ശ്രദ്ധ പിടിച്ചുപറ്റി. അതൊരു സാധാരണ നൃത്തമായിരുന്നില്ല. അത് ജീവനും മരണവും തമ്മിലുള്ള ഒരു കളിയായിരുന്നു. മോർജിയാന തന്റെ കൈകളിലെ താളത്തിലൊത്ത് കഠാര വീശി അത് തന്റെ ഉടലിനു ചുറ്റും നൃത്തം ചെയ്തു. അവൾ തലവന്റെ അടുത്തെത്തി. എന്നിട്ട് കഠാര അയാളുടെ കഴുത്തിനു ചുറ്റും കറക്കി. ഓരോ കറക്കത്തിലും ആയുധം കൂടുതൽ അടുത്തു വന്നു. അയാൾക്കിതൊരു തമാശ മാത്രമായി തോന്നി. മോർജിയാനയുടെ നൃത്തം പെട്ടെന്ന് അതിന്റെ വേഗത കൂട്ടി. പെട്ടെന്ന് ഒരു ഇടിമിന്നൽ പോലെ കഠാരയുമായി അവൾ കള്ളന്മാരുടെ തലവന്റെ അടുത്തേക്ക് ചാടി. അവൾ ആ കഠാര അയാൾക്കു നേരെ പ്രയോഗിച്ചു. കള്ളന്മാരുടെ തലവൻ രക്തത്തിൽ കുളിച്ച് നിലവിളിയോടെ നിലംപതിച്ചു. അയാൾ വന്നതുപോലെ രഹസ്യമായി അയാളുടെ പ്രതികാരം അവസാനിച്ചു. അലിബാബയും മകനും ഞെട്ടിപ്പോയി. അലിബാബ ഭയത്തോടെ ചോദിച്ചു, മോർജിയാന, നീ എന്താണ് ചെയ്തത്? എന്തിനാണ് എന്റെ അതിഥിയെ നീ കൊലപ്പെടുത്തിയത്? മോർജിയാന ശാന്തയായി തന്റെ കഠാര ഉയർത്തിപ്പിടിച്ചു. യജമാനനെ, ഇതാണ് നമ്മുടെ ജീവനെടുക്കാൻ വന്ന യഥാർത്ഥ ശത്രു. എണ്ണച്ചാക്കുകളിൽ ഒളിച്ചിരുന്ന കള്ളന്മാരുടെ തലവൻ. ഞാൻ ഇയാളെ ഭക്ഷണ സമയത്ത് തിരിച്ചറിഞ്ഞിരുന്നു. അയാൾ തന്റെ വേഷം മാറ്റി നിങ്ങളെയും ഞങ്ങളെയും കൊല്ലാനാണ് ഇവിടെ വന്നത്. നിങ്ങൾ ഇയാളെ സംശയിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും മരിച്ചുപോയേനെ. അവൾ കള്ളന്റെ വേഷം മാറ്റി അയാളുടെ അരയിൽ ഒളിപ്പിച്ചു വെച്ച വാൾ അലിബാബയെ കാണിച്ചു കൊടുത്തു. ആ വാൾ
അലിബാബയുടെയും മകന്റെയും കണ്ണുകൾ തുറപ്പിച്ചു. മൊർജിയാനയുടെ ബുദ്ധിയും ധൈര്യവും തന്റെ കുടുംബത്തോടുള്ള കൂറും അലിബാബയെ അത്ഭുതപ്പെടുത്തി. 40 കള്ളന്മാരും അവരുടെ ദുഷ്ടനായ തലവനും ഇല്ലാതായതോടെ അലിബാബയുടെ കുടുംബം സുരക്ഷിതമായി. തന്റെ ജീവൻ രക്ഷിച്ചതിന് അലിബാബ മൊർജിയാനയോട് നന്ദി പറഞ്ഞു. മൊർജിയാന, നീ വെറുമൊരു അടിമസ്ത്രീയായിരുന്നില്ല. നീയാണ് ഈ കുടുംബത്തിന്റെ രക്ഷക. നിന്റെ വിശ്വസ്തതയ്ക്ക് ഞാൻ നൽകുന്ന പ്രതിഫലം ഇതാണ്. നീ ഇന്നു മുതൽ ഒരു സ്വതന്ത്ര സ്ത്രീയാണ്. അലിബാബ മൊർജിയാനയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. മാത്രമല്ല, തന്റെ മകന്റെ വിശ്വസ്തതയും ബുദ്ധിയും കണ്ട് സന്തോഷത്തോടെ മൊർജിയാനയെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അലിബാബയും കുടുംബവും ആ വലിയ രഹസ്യത്തിന്റെ ഉടമകളായി. കള്ളന്മാരുടെ ഗുഹയിലേക്കുള്ള വഴി അവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആവശ്യത്തിന് മാത്രം സ്വർണമെടുത്ത് ആ രഹസ്യം അവർ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സുരക്ഷിതമായി കാത്തുസൂക്ഷിച്ചു. അത്യാഗ്രഹത്തിന് പകരം സന്തോഷവും സമാധാനവും തെരഞ്ഞെടുത്ത അലിബാബയും ബുദ്ധികൊണ്ട് ധൈര്യത്തെ നേരിട്ട മൊർജിയാനയും ലോകത്തിന് വലിയൊരു പാഠം നൽകി. ധനത്തേക്കാൾ വലുതാണ് വിശ്വസ്തതയും വിവേകവും സത്യസന്ധതയും. അങ്ങനെ അലിബാബയുടെയും മർജിയാനയുടെയും ആ നല്ല മനസ്സുകളുടെ ജീവിതത്തിലേക്ക് സമാധാനത്തിന്റെ നിലാവെളിച്ചം പതുക്കെ പരന്നു. അത്യാഗ്രഹത്തിന്റെയും കള്ളങ്ങളുടെയും വലിയ ശബ്ദങ്ങളടങ്ങി. അവരുടെ ഭയങ്ങളെല്ലാം ദൂരെ മാഞ്ഞുപോയി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട കഥ ഇവിടെ പതുക്കെ ഉറക്കത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്വർണ്ണ നാണയങ്ങളെക്കാളും വലിയ സമ്പത്താണ് നമ്മുടെ മനസ്സിലെ ശാന്തമായ സംതൃപ്തിയും മറ്റുള്ളവരോടുള്ള സ്നേഹവുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്നും സത്യസന്ധതയോടെയും ദയയോടെയും ഇരിക്കുക. ഇനി നമുക്ക് സാവധാനം ഈ സ്ക്രീനിലെ വെളിച്ചമണയ്ക്കാം. ഒരു ദീർഘശ്വാസമെടുത്ത് കഥയിലെ നല്ല ഓർമ്മകളോടെ കണ്ണുകളടച്ച് സ്വസ്ഥമായി കിടക്കാം. നല്ല മനോഹരമായ സ്വപ്നങ്ങൾ നിങ്ങളുടെ മിഴികളിലേക്ക് പതുക്കെ ഇറങ്ങി വരട്ടെ. ഇത്രയും സ്നേഹത്തോടെ കഥ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ കഥയിലെ ഏതു ഭാഗമാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ തൊട്ടതെന്ന് കമന്റ് ചെയ്യണേ. കൂടുതൽ മനോഹരമായ സ്വപ്നകഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത്. സ്നേഹത്തോടെ ശുഭരാത്രി.